എന്താണ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്? സ്റ്റീലിംഗ്, കില്ലിംഗ്, ഡിസ്ട്രോയിങ്. ഒടച്ചു കളയുക, കുടുംബത്തെ ഡിസ്ട്രോയ് ചെയ്യുക, ബന്ധങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുക, തലമുറകളെ ഡിസ്ട്രോയ് ചെയ്യുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മോഷ്ടിക്കുക, നിന്റെ സന്തോഷത്തെ മോഷ്ടിക്കുക, നീ അനുഭവിക്കുന്ന നന്മകളെ മുടിച്ചു കളയുക. അറത്ത് മുടിച്ച് മോഷ്ടിച്ച് ശത്രുവിൽ നിന്ന് വെളിച്ചമാകുന്നവൻ നിങ്ങളെ വിടുവിക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ ഈ പടക്കൂട്ടം എന്നെ ഓടിക്കുകയല്ല, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ മുമ്പിൽ വെച്ച എല്ലാ പരിധികളും, എൻ്റെ മുമ്പിൽ ശത്രു വെച്ച എല്ലാ പരിമിതികളും ഇന്ന് രാത്രിയിൽ ഞാൻ ജയിക്കുന്ന രാത്രിയാണ്. ഈ ഇരുട്ടിന്റെ രാജ്യം ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തി, ഇരുട്ടിന്റെ രാജ്യം ചെയ്യുന്ന ഒരു പ്രധാന പ്രവൃത്തിയാണ് യോഹന്നാൻ 10:10 ഒറ്റ വാക്യത്തിൽ യേശു പറഞ്ഞത്: മോഷ്ടിപ്പാനും അറക്കാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ വെളിച്ചത്തിന്റെ രാജ്യം, ദ കിങ്ഡം ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ രാജ്യം പറയുന്നു: ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകാൻ. എന്താണ് കിങ്ഡം ഓഫ് ഡിമോൺ? എന്താണ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്? സ്റ്റീലിംഗ്, കില്ലിംഗ്, ഡിസ്ട്രോയിങ്. മോഷ്ടിക്കുക, സ്റ്റീൽ ചെയ്യുക. അറക്കുക എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന കിൽ എന്നാണ്. കൊല്ലുക, ഇല്ലാതാക്കുക, ഒടച്ചു കളയുക, കുടുംബത്തെ ഡിസ്ട്രോയ് ചെയ്യുക, ബന്ധങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുക, തലമുറകളെ ഡിസ്ട്രോയ് ചെയ്യുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മോഷ്ടിക്കുക, നിന്റെ സന്തോഷത്തെ മോഷ്ടിക്കുക, നീ അനുഭവിക്കുന്ന നന്മകളെ മുടിച്ചു കളയുക. അറത്ത് മുടിച്ച് മോഷ്ടിച്ച് ശത്രുവിൽ നിന്ന് വെളിച്ചമാകുന്നവൻ നിങ്ങളെ വിടുവിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്: എഴുന്നേറ്റ് പ്രകാശിക്കുക, റൈസ് ആൻഡ് ഷൈൻ. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു വരിക, ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുക, ഇരുട്ടിനോട് ബൈ പറയുക. ദൈവം അത് ചെയ്തു. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ചെയ്തത്, ഉൽപ്പത്തി പുസ്തകം 1-4 ഉൽപ്പത്തി 1:4, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇരുട്ട് നല്ലതെന്ന് ദൈവം കണ്ടില്ല. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:14 പൗലോസ് സഭയോട് ചോദിക്കുന്നത്: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. 2 കൊരിന്ത്യർ 6:14, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുട്ടിനോട്. പറഞ്ഞാട്ടെ, ഇത് ഒന്നിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, നിങ്ങൾ ചിന്തിക്കരുത് ഇരുട്ട് ബലഹീനനാണെന്ന് ചിന്തിക്കരുത്. ഇരുട്ടിനൊരു ബലമുണ്ട്, ഇരുട്ടിനൊരു അധികാരമുണ്ട്. അതൊരു വേൾഡാണ്. അതുകൊണ്ടാണ് ഫറവോനെയും കൂട്ടരെയും ദൈവത്തിന് നിലയ്ക്ക് നിർത്താൻ, ചലിക്കാൻ വയ്യാതാക്കാൻ ദൈവം അവരുടെ മേൽ കൂരിരുൾ അയച്ചത്. കൂരിരുൾ അയച്ചു, ചലിക്കാൻ പറ്റിയില്ല, ലോക്കായിപ്പോയി. ഇരുട്ട് ലോക്കാക്കിയ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കാൻ ദൈവം തന്റെ പുത്രനെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഒരു പാരമ്പര്യവും നിങ്ങളെ രക്ഷിക്കില്ല ബ്രദർ, ഒരു മത സംവിധാനങ്ങളും നിങ്ങളെ വിടുവിക്കില്ല. പക്ഷേ വെളിച്ചം, ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമായാൽ ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് കടന്നു വരും. ജാതികൾ നീയാകുന്ന പ്രകാശത്തിലേക്ക്, നിന്റെ അകത്ത് വന്ന ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് കടന്നു വരും. അപ്പോൾ വേദപുസ്തകം പറയുന്നു, നീ തലപൊക്കി നോക്കും,
എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നത് നീ കാണും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ ഈ പടക്കൂട്ടം എന്നെ ഓടിക്കുകയല്ല, ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ മുമ്പിൽ വെച്ച എല്ലാ പരിധികളും, എൻ്റെ മുമ്പിൽ ശത്രു വെച്ച എല്ലാ പരിമിതികളും ഇന്ന് രാത്രിയിൽ ഞാൻ ജയിക്കുന്ന രാത്രിയാണ്.